യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ എവിടുത്തെ പോലീസാണെന്നാ പറഞ്ഞേ? മോനെ അബി, ഒന്നീ വാടാ. ദേ, ഒരുത്തൻ പോലീസാണെന്നും പറഞ്ഞു വന്നിരിക്കുന്നു. മാഡം, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട് ആൾമാറാട്ടം നടത്തി രണ്ടുപേരും പിടിയില്ല എന്നും പറഞ്ഞു. നീയും ആ കൂട്ടത്തിലുള്ളവനാണോ? എന്താ വിളിച്ചത്? എന്താമേ ഇപ്പോഴാണോടാ വന്ന് ചോദിക്കുന്നത്? ഒരുത്തൻ ഇവിടെ പോലീസാണെന്നും പറഞ്ഞു വന്നിട്ട് പോയി. അവനെ കണ്ടാലേ അറിയാം ഒരു ഫ്രോഡാണെന്ന്. അമ്മേ, ഇവനെയൊക്കെ സൂക്ഷിക്കണം. കയ്യിൽ കത്തിയോ മറ്റോ ഉണ്ടാവും. അതൊക്കെ അവന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അമ്പാലിനോടാ കളി. പോട്ടെ. നീ ഇറങ്ങിയോ പോവാൻ? ആ അതേ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ട്. എന്നാ ശരി, പോയിട്ട് വാ. ബാംഗ്ലൂർ ചെന്നാൽ ഉടനെ വിളിക്കണം. ഓക്കെ. ശരി. ശരിയെന്നാ. പിന്നെ ഞാൻ വണ്ടി രാഹുലിന്റെ കൊടുത്തേക്കാം. അവനാണ് നേരെ എയർപോർട്ടിലോട്ടാ വരുന്നേ. ആണോ മനു? ഇനി അവനെ വിവേകിന്റെ വീട്ടിലെങ്ങാനും കാണുമോ മനു? എന്നാ ശരിടാ, ഞാൻ എന്തായാലും വിളിക്കാം നിന്നെ. വിളിച്ചേ? ഭരത്തിന്റെ കൂട്ടുകാരനല്ലേ മനു, അവനെ ഞാനിപ്പോ വിളിച്ചത്. അവനെ ഇപ്പൊ ഭരത്ത് വിളിക്കാറേയില്ലെന്ന്. അന്നത്തെ അടിപിടിക്ക് ശേഷം മനുവും ഭരത്തും അത്ര രസത്തിലല്ല ഏട്ടാ. അവര് തമ്മിൽ എന്തിനാ അടിപിടി ഉണ്ടായേ? അത് സേതുവിനോട് ഞാൻ പറയാത്തതാ. ആ നിരഞ്ജൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഈ മനു ഭരത്തിനോട് എന്തോ കളിയാക്കി പറഞ്ഞു. അന്ന് ഭരത് മനുവിനെ തല്ലുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ അവരെ പിടിച്ചു മാറ്റിയത്. അപ്പൊ ഭരത്തിയതിലും തെറ്റൊന്നുമില്ല. ആത്മാർത്ഥ സുഹൃത്താണേലും വേണ്ടാത്ത പറഞ്ഞാൽ ചിലപ്പോ തല്ലിപ്പോവും. ഇതുകൊണ്ടാ ഞാൻ സേതുവിനോട് ഈ വിവരം പറയാതിരുന്നേ. ഇനിയിപ്പോ അമ്പലത്തിൽ നിന്ന് വന്നാൽ ഉടനെ തന്നെ അമ്മ ചോദിക്കാൻ പോകുന്നത് ഭരത്തിനെ ആയിരിക്കും. എനിക്കറിയാവുന്ന അവന്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ വിളിച്ചു. ഇനിയിപ്പോ ഏത് സുഹൃത്തിന്റെ വീട്ടിലാവും പോയെന്ന് എങ്ങനെ പറയാ? ആ വിവേകിന്റെ നമ്പറാണ് എന്റെ കയ്യിലും ഇല്ല. എന്നാ പിന്നെ സേതുവിനൊന്ന് പോയി നോക്കിട്ടോ. ശരി ശരി മോളെ. ഏട്ടാ വേഗം പറഞ്ഞേ. ശരി. അവൻ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ.
ഡീ, നീ എന്താ രാവിലെ കുളിച്ചോ? എനിക്കിന്ന് രാവിലെ കുളിച്ചൂടെ? അല്ല, ഇതൊന്നും പതിവില്ലാത്തോണ്ട് ചോദിച്ചതാ. ചായ ഇട്ടില്ലേ അമ്മ? അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. നീ ഇതെവിടെ പോവാ? ദേ വന്നീ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞതാ. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ ഉള്ളൂ. നിനക്ക് കൂടെ ചെയ്താലെന്താ? ഇരിക്ക്. നീ ഇത് എന്തോ നോക്കി നിക്കുക? ഇരുന്ന് അരിയടി. ദാ, എനിക്ക് വേറെ പണിയുണ്ട്. മായച്ചി, ഭാനുവിന് ചായ കൊടുത്തോ? കൊടുത്തു മായച്ചി. അവളിപ്പോഴും ഇന്നലത്തെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്നലെ അവൾ ചെയ്ത തെറ്റാണ് നമുക്ക് ബോധ്യമായതിന്റെ കുറ്റബോധം കാണും. ഇവർക്ക് എങ്ങനെ ചിന്തിക്കാൻ പോയാ എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് പറ. പാവം, എന്തുകൊണ്ടാ ഭാനു അങ്ങനെ ചെയ്തതെന്ന് മായച്ചിക്ക് അറിയില്ലല്ലോ. അല്ല, നിനക്കിന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? ബാങ്കിലൊന്ന് പോണം മായച്ചി. 3 മാസത്തെ ലോണിന്റെ അടവ് ബുക്കിൽ ആഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് വിചാരിക്കുന്നു. അല്ല, അമ്മയെ കണ്ടില്ലല്ലോ അല്ലേ? ഞാൻ പോയി നോക്കണോ? അമ്മ വന്നോളൂ. നിനക്കറിയാലോ, അമ്മ അമ്പലത്തിൽ പോയാ പിന്നെ പഴയ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കും. ഞാനത് കാണാറുള്ളതല്ലേ. ഇന്നലെ അമ്മ ശരിക്കും പേടിച്ചു മായച്ചി. അതുകൊണ്ടാ രാവിലെ അമ്പലത്തിലേക്ക് പോയത്. എന്തായി ചെയ്തോട്ടാ? വിവരം എന്തെങ്കിലും കിട്ടിയോ? കണ്ടു മോളെ, പക്ഷെ ഭരത് അവിടെയും ചെന്നിട്ടില്ല. പിന്നെ ഭരത് ഇത് എവിടെ പോയി? എന്താ ചെയ്തോട്ടെ ഇത്? ഇനി അന്നത്തെ പോലെ വല്ല അപകടവും പറ്റിയതാവോ? ഏയ്, അങ്ങനൊന്നും വരുത്തുന്നില്ല. എന്തായാലും വിവേക് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ രാവിലെ വരാന്നല്ലേ പറഞ്ഞേ? നമുക്ക് കുറച്ചുകൂടി നോക്കാം. സോറി ഭരത്തേട്ടാ, അമ്മ എന്നെ താഴെ പച്ചക്കറി അരിയാൻ വേണ്ടി പിടിച്ചിരുത്തി. ഇപ്പോഴൊന്ന് ഫ്രീ ആയ. അരുന്ധതി, ഇനി ഞാനിവിടെ നിന്നാ തനിക്കത് ആപത്താ. അതുകൊണ്ട് ഞാൻ പോവാ. അയ്യോ ഭരത്തേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ വൃത്തിയേട്ടന്മാർ അവിടെ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും നോക്കിയിട്ടാ വരുന്നേ. ഒരല്പം കൂടെ സഹിച്ചേ പറ്റൂ. അപ്പോഴേക്ക് ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട അരുന്ധതി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്തെത്തിക്കാൻ നോക്ക്. ഭരത്തേട്ടനൊന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ദേ വരുന്നു. പുറത്തേക്കൊന്ന് വന്നേക്കരുത്.